പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടോ? പണ്ട് കാലത്ത് ബർമക്കി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ജയിലിലടക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകനാണ് ഫദ്ലുബ്നു യഹ്യ എന്ന് പറയുന്നവർ. അവരെയും ജയിലിലടക്കപ്പെട്ടു. ആ സമയത്ത് നല്ലൊരു തണുപ്പുള്ള സമയമായിരുന്നു. അവർക്ക് നിസ്കാരം നിർവഹിക്കാൻ വുളൂ ചെയ്യണമെങ്കിൽ ആ തണുപ്പിന്റെ കാഠിന്യം കൊണ്ട് വുളൂ എടുക്കാൻ ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. 80 വയസ്സുകാരനായിരുന്ന ബർമക്കി എന്ന് പറയുന്ന ഈ മഹാൻ വുളൂ ചെയ്യാൻ പ്രയാസപ്പെടുന്നതായി കണ്ടപ്പോ തന്റെ മകൻ വെള്ളം ചൂടാക്കാൻ വേണ്ടി വിറക് കൊണ്ടുവരികയാണ്. ഇത് കണ്ടതായ ജയിൽ കാവൽക്കാരൻ അതിനെ തടഞ്ഞു. പിന്നീട് ഒരു വിളക്കിന്റെ അടുക്കൽ ഈ വെള്ളത്തിന്റെ പാത്രവുമായി പോയി അതിന്റെ തണുപ്പ് നീങ്ങുന്നത് വരെ ആ വിളക്കിന്റെ അടുക്കൽ നിൽക്കുമായിരുന്നു. അതിനെയും കണ്ടപ്പോൾ ജയിൽ കാവൽക്കാരൻ തടയുകയാണ് ചെയ്തത്. പിന്നീട് ഒരു വഴിയുമില്ല. അവസാനമായി ഇദ്ദേഹം ചെയ്തത് ചെമ്പിന്റെ ഒരു പാത്രം എടുക്കുകയാണ്. എടുത്തുകൊണ്ട് അതിൽ വെള്ളം നിറക്കുകയും തന്റെ സ്വന്തം ശരീരത്തിന്റെ വാറ്റിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചു കൊടുക്കുകയാണ്. വാറ്റിന്റെ ചൂടിന്റെ ആ ഒരു പവർ കൊണ്ട് അതിലുള്ളതായ ശക്തിയേറിയതായ തണുപ്പ് അല്പം ചൂടാവുകയും പിന്നീട് വാപ്പാക്ക് വേണ്ടി ഉളുവെടുക്കാൻ വേണ്ടി കൊടുക്കുന്ന രീതിയായിരുന്നു. ഇതെല്ലാം ചെയ്തത് രാത്രി സമയങ്ങളിലാണ്. ഇതൊന്നും വാപ്പ അറിയുമായിരുന്നില്ല. ഒരു ദിവസം പെട്ടെന്ന് വാപ്പ എണീച്ചപ്പോ കാണാൻ കഴിഞ്ഞത് തന്റെ മകൻ വാറ്റിൽ വെച്ചുകൊണ്ടൊരു പാത്രത്തിന് വെള്ളത്തിന് ചൂടാക്കുന്ന രീതിയാണ്. വാപ്പാക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്ന മകനെ കുറിച്ച് ചിന്തിച്ചപ്പോ അത്ഭുതമായി. ആ വാപ്പ മകനിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയാണ്. അദ്ദേഹത്തിനു വേണ്ടി ഖൈർ നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ മകൻ ഇത്തരത്തിലുള്ള നല്ലൊരു സ്വഭാവം ഉമ്മാക്കും വാപ്പാക്ക് വേണ്ടി ഹിദമത്ത് ചെയ്യണം എന്നുള്ളതായ നല്ലൊരു സ്വഭാവം കിട്ടിയതിന്റെ കാരണം അത് പരിശുദ്ധമാക്കപ്പെടുന്ന ദീനുൽ ഇസ്ലാമിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളും ദീനിയായ കാര്യങ്ങൾ നല്ല രീതിയിൽ നുകരുകയും വാപ്പാക്കോ ഉമ്മാക്കോ വേണ്ടി ഹിദ്മത്ത് ചെയ്യുന്ന നല്ല മക്കളായി വളരണം. റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.